നമസ്കാരം. ഈ വീഡിയോ കേരളത്തിലെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ചില ചൊറിയൻ തവളകൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹേ ചൊറിയൻ തവളകളെ, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ ചാണകസംഖി എന്ന് വിളിച്ച് കളിയാക്കുന്ന സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ദുബായ് ഭരണാധികാരിയുടെ മകനായ ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തോം ഇന്ത്യയിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് വന്നപ്പോൾ സ്വീകരിക്കാൻ പോയി. അതായത് ദുബായിയുടെ കിരീടാവകാശിയായിട്ടുള്ള രാജകുമാരൻ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മോദി ചുമതലപ്പെടുത്തിയത് ആരെയാണ്? നിങ്ങൾ ഈ വിളിക്കുന്ന ചാണകസംഖ്യയായിട്ടുള്ള സുരേഷ് ഗോപിയെ. കേരളത്തിലെ ഈ ചൊറിയൻ തവളകളായിട്ടുള്ള മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കേന്ദ്രമന്ത്രിമാർ എത്രയോ പേരുണ്ട്. അവരെ ഒന്നും ഏൽപ്പിക്കാതെ നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഈ കാര്യം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം എത്രത്തോളം ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിങ്ങനെ ഇവിടെ കേരളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞു പിടിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അദ്ദേഹം വേറെ ലെവലാണ് മക്കളെ. ചന്ദ്രനെ കണ്ട് ചില തെരുവ് പട്ടികൾ ഓരിയിടുന്ന പോലെ ഇതൊക്കെ കണക്കാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ഈ വീഡിയോയിൽ സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ? അതായത് നമ്മൾ മലയാളികൾക്കും കൂടെ ഒരു അഭിമാനമല്ലേ? ഒരു രാജകുമാരനെ, അതായത് ദുബായ് രാജകുമാരൻ വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മുണ്ട് ഉടുത്ത് മടക്കി കുത്തി എന്ന് ഞാൻ ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. സുരേഷ് ഗോപി മുണ്ട് ഉടുത്ത് പോയി നിൽക്കുന്നുണ്ടോ? അതൊക്കെ നമ്മൾ മലയാളികൾക്കൊരു അഭിമാനമല്ലേ? പിന്നെ നമ്മുടെ ചെണ്ടമേളത്തെ വരെ അദ്ദേഹം അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടു നോക്കൂ. കേരളത്തിൽ നിന്ന് പോയ മറ്റൊരു MP ഉണ്ട്, ബ്രിട്ടാനിയ അവതരിപ്പിക്കുന്നു, ബ്രിട്ടാനിയ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു, മുന്ന ഭായ് ടിൻ ടിൻ ടിൻ. ഇതൊക്കെ അല്ലാതെ ഇങ്ങനെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുറ്റവും കുറവും അല്ലാതെ. പിന്നെ മറ്റൊരു മന്ത്രിയുണ്ട്, 24/7 പരദൂഷണമാണ്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെക്കുറിച്ചാണ് പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അദ്ദേഹം, അതായത് നമ്മുടെ കേരളത്തിലൊരു പരദൂഷണ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പുണ്ടെങ്കിൽ അതിന് മന്ത്രിയാക്കാൻ പറ്റിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരദൂഷണമാണ് ഞാൻ സുരേഷ് ഗോപിയുടെ തൊപ്പി കണ്ടിട്ടുണ്ടെന്ന്. അയ്യോ, വേറെ ഒന്നും പറയാൻ കിട്ടില്ല. അയ്യേ, ശരിക്കും മലയാളി എന്നുള്ള നിലയിൽ നമ്മൾ അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണിത്. ഈ ഫോട്ടോയിൽ ദുബായ് കിരീടാവകാശി മാത്രമല്ല, മറ്റു മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപി നിൽക്കുന്നുണ്ടോ? ഇനിയെങ്കിൽ ഈ പരദൂഷണം പരിപാടി ഒന്ന് നിർത്താവോ? നമ്മുടെ MP-മാരെയും MLA-മാരെയും മന്ത്രിമാരെയും എല്ലാവരെയും അടക്കമാണ് ഞാൻ പറയുന്നത്. ഒരുമാതിരി LKG പഠിക്കുന്ന പിള്ളേരെ പോലെ അയ്യോ സുരേഷ് ഗോപി ഞങ്ങളെ പിച്ചി മാന്തി, ഞങ്ങളെ കണ്ടിട്ട് ചിരിച്ച് കാണിച്ചില്ല, നിങ്ങൾ ആരാടാന്നൊക്കെ ചോദിച്ചു, എനിക്ക് സങ്കടം വരുന്നേ എന്നൊക്കെ പറഞ്ഞു. എന്ത് നാണക്കേടാന്ന് ഓർത്ത് നോക്കി. ഈ സുരേഷ് ഗോപിനെ ചൊറിയൻ തവളകളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 10-20 പേര് നിങ്ങളുടെ ചുറ്റിനും എപ്പോഴും, അതായത് വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയിരിക്കുക. ഉമ്മാർ കുറേ കമ്പും കോലുമായിട്ട് ഇങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ പുറകെ വന്ന് ഇങ്ങനെ മുട്ടി ഉരുമി ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേഷ്യം വരുമോ ഇല്ലയോ? വേണ്ട, നിങ്ങളൊരു ബസ് യാത്ര ചെയ്യുമ്പോൾ പരിചയമില്ലാത്ത ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ സീറ്റേ വന്നിരിക്കുക, നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്നു. ഇരുന്നതിന് ശേഷം ഇങ്ങനെ തട്ടുക, മുട്ടുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ തോളത്തോടെ ഇങ്ങനെ ഇടുക. ഇങ്ങനെ കുറേ നേരം ആയി കഴിയുമ്പോൾ നിങ്ങൾ ദേഷ്യം വന്നിട്ട് ഒന്ന് മാറുന്നുണ്ടോ എന്ന് ചോദിക്കുമല്ലേ? അതാണ് ഈ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പുറകെ ഈ ഒരു 10-20 പേര് സ്ഥിരം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം അദ്ദേഹം ഗതി കെട്ടിട്ട് പറയും, ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉടനെ എക്സ്ക്ലൂസീവ്, സുരേഷ് ഗോപി ഞങ്ങളോട് ദേഷ്യപ്പെട്ട് മാധ്യമങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറി, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു. എന്തോന്നാ ഇതൊക്കെ? നാണാവില്ലേ? ജനങ്ങൾ ഇതൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം.